പി ബാലചന്ദ്രൻ, അദ്ദേഹത്തെ കുറിച്ചാണ് പോങ്ങൻ ഇന്ന് സംസാരിക്കാനുള്ളത്. പി ബാലചന്ദ്രൻ എന്ന് കേട്ടാൽ പലരുടെയും മനസ്സിലേക്ക് വരുന്നത് അധ്യാപകനും എഴുത്തുകാരനും നടനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ ആയിരുന്ന നിലവിൽ പരേതനായ സാക്ഷാൽ പി ബാലചന്ദ്രനായിരിക്കും. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചല്ല ഈ പോങ്ങൻ എന്ന് പറയുന്നത്. പിന്നെയോ? അത് പറയുമ്പോൾ മറ്റത് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. സകല സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാലചന്ദ്രൻ നവകേരളത്തിലെ ഒരു ജനപ്രതിനിധിയാണ്, സമൂലം സഖാവാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിലെ ജനങ്ങളാണ് അവരുടെ പ്രതിനിധിയായി അയാളെ സംസ്ഥാന നിയമസഭയ്ക്ക് സമർപ്പിച്ചത്. ബാലചന്ദ്രനൊപ്പം മത്സരിച്ച പത്മജ വേണുഗോപാലിനേക്കാൾ ഏതാണ്ട് 946 വോട്ടും സുരേഷ് ഗോപിയേക്കാൾ ഏതാണ്ട് 3500 വോട്ടും അധികമായി നൽകിയാണ് ഈ ബാലചന്ദ്രനെ തൃശ്ശൂരുകാർ അവിടെ നിന്നും നിയമസഭയിലേക്ക് തുരത്തിയത്. ജനപ്രതിനിധി എന്ന നിലയിൽ ജനോപകാരപ്രദമായി എന്തെങ്കിലും ചെയ്തതിൻ്റെയോ പൗരൻ എന്ന നിലയിൽ മഹത്തായിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയം സമൂഹ സമക്ഷം പങ്കിട്ടതിൻ്റെയോ വ്യക്തി എന്ന നിലയിൽ അഭിമാനിക്കാവുന്ന എന്തെങ്കിലും സംഭാവന പൊതുസമൂഹത്തിന് നൽകിയതിൻ്റെയോ പേരിലല്ല പോങ്ങൻ ഇന്ന് പി ബാലചന്ദ്രനെ നാവാട്ടത്തിനായി എടുക്കുന്നത്. സഖാവ് എന്ന നിലയിൽ ഈ ബാലചന്ദ്രൻ നവകേരളത്തിന്റെ സവിശേഷമായ മതേതര കാന്തിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്ന തരത്തിലും വിധത്തിലും ഫേസ്ബുക്കിലൂടെ സർഗവിസർജനം നടത്തി. നമ്മുടെ ബാലചന്ദ്രൻ സഖാവാണ്, ഫാസിസ്റ്റ് വിരുദ്ധനാണ്, മാനവികവാദിയാണ്, പോരാത്തതിന് സാംസ്കാരിക നഗരയിലെ ജനങ്ങളുടെ പ്രതിനിധിയുമാണ്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രന്റെ സാഹിത്യ ശ്രമം നവകേരളത്തിന്റെ മതേതര മഹിമ ലോക ജനതയ്ക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നതായി. സ്വാഭാവികമായും ഉഗ്ര ഫാസിസ്റ്റുകളായിട്ടുള്ള ചാണക സംഖ്യകൾ കൊടും മനുഷ്യസ്നേഹിയായ നമ്മുടെ ഈ ബാലചന്ദ്രനെതിരെ തിരിഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകേണ്ടത് പോങ്ങന്റെ കടമയാണ്. അതുകൊണ്ടാണ് സഖാവ് പി ബാലചന്ദ്രൻ പോങ്ങന്റെ വിഷയമാകുന്നത്. ബാലചന്ദ്രൻ എന്തു പറഞ്ഞു എന്ന് പറയും മുന്നേ ബാലചന്ദ്രൻ എന്തിനു പറഞ്ഞു എന്നാണ് പറയേണ്ടത്. നമുക്കെല്ലാം അറിയാം, ലോക ജനത ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഫാസിസവും വർഗീയതയുമാണ്. ഫാസിസവും വർഗീയതയും ഉണ്ടായത് ഹൈന്ദവതയിൽ നിന്നും അതുപോലെ തന്നെ ദേശീയതയിൽ നിന്നുമാണ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളായിട്ടുള്ള സഖാവ് ചന്തിച്ചാലിൽ കോയൻകുട്ടി മാസ്റ്ററാണ് ആദ്യം അങ്ങനെ പറഞ്ഞത്. ഈ സഖാവ് ചന്തിച്ചാലിൽ കോയൻകുട്ടി മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പി ബാലചന്ദ്രന്റെ പിതാവാകാൻ സാധ്യതയുള്ള പുരുഷ സമൂഹത്തിൽ ഒരുവനുമാണ്. ഇന്നയാളാണ് ബാലചന്ദ്രന്റെ പിതാവെന്ന് വളരെ കൃത്യമായി പറയാൻ പെറ്റോൾക്ക് പോലും സാധിക്കില്ല. അതുകൊണ്ട് താത പരാമർശം നടത്തേണ്ടത് ബാലചന്ദ്രന്റെ തന്തയെപ്പറ്റിയാണെങ്കിൽ നമുക്ക് ആംഗലേയ വ്യാകരണത്തെ ആശ്രയിച്ചേ മതിയാകൂ. എന്ന് വെച്ചാൽ ഈതറോർ സമ്പ്രദായത്തിൽ മാത്രമേ അയാളുടെ താതസ്ഥാനത്തെ ആർക്കും അടയാളപ്പെടുത്താൻ കഴിയൂ. ഉദാഹരണം പറഞ്ഞാൽ ഹിസ് ഫാദർ ഈസ് ചന്തിച്ചാലിൽ കോയൻകുട്ടി ഓർ കവമുക്കിൽ ദണ്ടുണ്ണി. അങ്ങനെ അതൊക്കെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള കാര്യമായതിനാൽ തീർച്ചയായിട്ടും നമുക്കത് വിടാം. പറഞ്ഞു വന്നത് ഫാസിസവും വർഗീയതയും ഉണ്ടായത് ഹൈന്ദവതയിൽ നിന്നും ദേശീയതയിൽ നിന്നുമാണെന്നാണല്ലോ, അല്ലേ? അല്പം കൂടി വ്യക്തമാക്കിയാൽ ശ്രീരാമന് ഭാരതാംബയിൽ ഉണ്ടായിട്ടുള്ള ദുർസന്താനങ്ങളാണ് ഫാസിസവും വർഗീയതയും. അപ്പോൾ ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള പോരാട്ടം ശ്രീരാമനെയും ഭാരതത്തെയും ആക്രമിച്ചുകൊണ്ട് വേണമല്ലോ ആരംഭിക്കാൻ, അല്ലേ? അതിനുവേണ്ടി തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എളിയ ശ്രമം നമ്മുടെ പി ബാലചന്ദ്രൻ ഫേസ്ബുക്ക് വഴി അർപ്പിത ബുദ്ധിയോടുകൂടി ചെയ്തു. അത്രയേ ഉള്ളൂ. മതേതര സംരക്ഷണാർത്ഥം ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരായി ബാലചന്ദ്രൻ നടത്തിയിട്ടുള്ള ആ എളിയ ശ്രമമാണ് സത്യത്തിൽ പ്രശ്നമായത്. തന്റെ ജീവിത വീക്ഷണം കലർത്തി ബാലചന്ദ്രൻ ഫേസ്ബുക്കിലൂടെ ചിലത് പറഞ്ഞത് രാമനെയും സീതയും ലക്ഷ്മണനെയും ഒക്കെ പറ്റിയാണ്. ആളുടെ ഉദ്ദേശം വളരെ നല്ലതായിരുന്നു. ഈ ഘോരള മണ്ണിൽ സമാധാന സുന്ദരമായിട്ടുള്ള തീവ്ര മതേതരത്വം പച്ചപിടിക്കണം. അതുപോലെ തന്നെ ഫാസിസവും വർഗീയതയും മതമൗലികവാദവും ഒക്കെ നിശേഷം നശിക്കണം. അതായിരുന്നു ഉന്നം. ശ്രീരാമനാണല്ലോ ഫാസിസത്തിന്റെ തന്ത, ഭാരതമാണല്ലോ വർഗീയതയുടെ തള്ള. അപ്പോൾ ശ്രീരാമനെ വിമർശന ബുദ്ധിയോടുകൂടി സ്വല്പം ഒന്ന് വിരട്ടിയാൽ
ഫാസിസവും വർഗീയതയും ആ സകലം ചമ്മിത്തളരും. സ്വാഭാവികമായിട്ടും ഭാരതാംബ ചുമ്മാ ഊശിയായി പോകും. ഫാസിസത്തെയും വർഗീയതയെയും ആ നിലയിലൊക്കെ തളർത്താനുള്ള ശേഷിയെ നമ്മുടെ പാവം ബാലചന്ദ്രനുണ്ടായിരുന്നുള്ളൂ. അയാളത് ചെയ്തു. പക്ഷെ പാളിപ്പോയത് പറച്ചിലിൽ സ്വന്തം ജീവിത വീക്ഷണം കലർത്തിയതാണ്. ജന്മനാ തന്നെ സഖാവാണല്ലോ. അതുകൊണ്ട് തന്നെ വിവരവും വിവേകവും വകതിരിവും വെളിവുമൊക്കെ വളരെ കമ്മിയാണ്. സ്വാഭാവികമായും ജീവിത വീക്ഷണം സ്വല്പം ഭിന്നശേഷിയുള്ളതുമാകുമല്ലോ, അല്ലേ? അതുകൊണ്ട് വെടിപ്പായി എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പറ്റില്ല. സഖാക്കൾ പറയുന്ന മഠയത്തരം കൂടെയുള്ള മണ്ടന്മാർക്ക് മണിപ്രവാളമായി തോന്നുമെങ്കിലും തലയ്ക്ക് വെളിവുള്ളവർക്കറിയാം പറയുന്നതെല്ലാം ഊളത്തരവും അവർ ചെയ്യുന്നതെല്ലാം അബദ്ധവുമാകുമെന്ന്. എന്തായാലും ബാലചന്ദ്രൻ ഫേസ്ബുക്കിലൂടെ രാമനെയും സീതയെയും ലക്ഷ്മണനെയും പറ്റി ചിലത് പറഞ്ഞു. സ്വന്തം ജീവിത വീക്ഷണം നല്ലോണം താളിച്ചതുകൊണ്ട് പറഞ്ഞതത്രയും പുളിച്ച ചീത്തയായിപ്പോയി. പുളിച്ച ചീത്തയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയേക്കില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും സാംസ്കാരിക സമ്പന്നനായിട്ടുള്ള സാക്ഷാൽ മണിയാശാനെ പോലും ആ ചീത്ത ഞെട്ടിച്ചെന്നും നാണിപ്പിച്ചെന്നും പറഞ്ഞാലോ. തെറിയുടെ വീര്യം ഇപ്പോൾ ഏതാണ്ട് പിടികിട്ടിയില്ലേ? അതാണ് ലക്ഷ്മണന് സീതയിൽ സ്വല്പം കമ്പമുണ്ടെന്ന ധ്വനിപ്പൊക്കെ ചേർത്തുകൊണ്ടാണ് ബാലചന്ദ്രൻ ഡിജിറ്റൽ യുഗ വാൽമീകിയാകാൻ ശ്രമിച്ചത്. അത്തരം പ്രയോഗമൊക്കെ കേട്ടാൽ ചാണക സംഖ്യകൾ അടങ്ങിയിരിക്കുമോ? തങ്ങളുടെ ഫാസിസം വെളിവാക്കിക്കൊണ്ട് അവർ ബാലചന്ദ്രനെ നോക്കി അലറി. ബാലചന്ദ്രൻ ഒട്ടും അമാന്തിച്ചില്ല. സധൈര്യം പേടിച്ചങ്ങ് പെടുത്തു. പല്ലിറുമിക്കൊണ്ട് പോസ്റ്റ് പിൻവലിച്ചു. തന്റെ ഇടത്തോടെ മാപ്പും പറഞ്ഞു. അതും പോരാഞ്ഞ് നെഞ്ചു വിരിച്ചു നിന്ന് കമന്റ് ബോക്സ് പൂട്ടിയും വെച്ചു. എന്നിട്ടും കലിയടങ്ങാത്തതുകൊണ്ട് ഭയന്നു വിരണ്ടപ്പോൾ തന്റെ അനുവാദം കൂടാതെ മൂലമിറങ്ങി വന്നു പുരണ്ട അപ്പി കഴുകിക്കളയാനായി നിക്കറൂരിയെടുത്ത് കല്ലിൽ തല്ലി 4 തിരുമങ്ങ് തിരുമി. കയ്യിലിടുന്ന നിക്കറിനെ നവകേരളമായും നിക്കറിൽ പുരണ്ട അപ്പിയെ ഫാസിസമായും കണ്ടതുകൊണ്ട് കല്ലിൽ തല്ലിയുള്ള ആ തിരുമിക്കഴുകൽ കണ്ടമാനം ഗുണവും ചെയ്തു. ഫാസിസത്തെ പൂർണ്ണമായും കഴുകിക്കളഞ്ഞ് നവകേരളത്തെ വെയിലത്തിടാൻ അതുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രന് നിഷ്പ്രയാസം പറ്റി. പ്രിയപ്പെട്ട രാമഭക്തരെ, ബാലചന്ദ്രൻ പറഞ്ഞതിൽ ഈ പോങ്ങൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ചോദിക്കാനുള്ള യോഗ്യത ഈ പോങ്ങനില്ലെങ്കിലും ബാധ്യത എനിക്കുണ്ട്. കാരണം എൻ്റെ കന്നി വോട്ട് മുതൽ ഒരൊറ്റ വോട്ടൊഴിച്ച് മുഴുവൻ വോട്ടും ഞാൻ കൊടുത്തത് ഇടതുപക്ഷത്തിനാണ്. ഞാനൊരു നാസ്തിക ബുദ്ധനാണെങ്കിലും എനിക്കൊട്ടും ദൈവവിരോധമില്ല. വിരോധമില്ലെന്നല്ല, സകല മത ദൈവങ്ങളെയും ആത്മസ്നേഹിതരെ പോലെയാണ് സത്യത്തിൽ പോങ്ങൻ ഗണിക്കുന്നതും. അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസികളും ഈശ്വര ഭക്തരുമൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. നിങ്ങളെ ആര് അപമാനിച്ചാലും അവർക്കെതിരെ ഈ പോങ്ങൻ ആകാവുന്ന നിലയിൽ കുരയ്ക്കും. രാമനും യേശുവും അള്ളാഹുവുമൊക്കെ എൻ്റെ മിത്രങ്ങളാണ്. അവരെ സ്നേഹിക്കുന്നവരോട് എനിക്കും സ്നേഹമുണ്ട്. അവരെ നിന്ദിക്കുന്നത് ആരായാലും ആ നിന്ദിക്കുന്നവരെ നിർഭയം പോങ്ങൻ അധിക്ഷേപിക്കും. ആകാവുന്നത്ര കരുത്തിൽ എതിർക്കും. അതാണ് പോങ്ങൻ്റെ ഒരു രീതി. എന്നെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന വേവലാതിയൊന്നും എനിക്കില്ല. ഞാൻ എന്നെ വളരെ നന്നായി മനസ്സിലാക്കിയത് കൊണ്ട് എന്തു പറയാനും എനിക്ക് മടിയില്ല. അതുകൊണ്ട് പറയാം, ബാലചന്ദ്രനോട് ഒരൊറ്റ രാമഭക്തൻ പോലും കരുണ കാണിക്കരുത്. തീർച്ചയായും ആ മനുഷ്യന്റെ ചന്തി നിങ്ങളുടെ 2 നുള്ള് അർഹിക്കുന്നുണ്ട്. പക്ഷെ അത് നൽകാൻ മാത്രമുള്ള കരുണ നിങ്ങൾ ആരും കാണിക്കരുത്. അയാളത് അർഹിക്കുന്നില്ല. നുള്ളിയാൽ അയാൾ നന്നായി പോകും. അത് പാടില്ല. ആ നുള്ള അയാൾക്കൊരു അനുഗ്രഹമായി മാറും. അതും പാടില്ല. നിങ്ങൾ ബാലചന്ദ്രനോട് നിർദ്ദയം ക്ഷമിക്കണം. അയാളെ അവഗണിക്കണം. അതാണ് അയാൾ അർഹിക്കുന്നത്. മാത്രവുമല്ല, അയാളോട് പൊറുക്കേണ്ടതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ കാരണമാണ് പറഞ്ഞല്ലോ, സ്വന്തം ജീവിത വീക്ഷണം കലർത്തിയതാണ് ബാലചന്ദ്രൻ ചെയ്ത അബദ്ധം. സാഹിത്യ ഭംഗിയോടെ എന്തെങ്കിലും ഒന്ന് രചിക്കാനുള്ള സർഗസിദ്ധി അയാൾക്കില്ല. സന്മാർഗ ബുദ്ധിയോടുകൂടി എന്തെങ്കിലും ഒന്ന് കുറിക്കാമെന്ന് വെച്ചാൽ അവിടെ അയാളുടെ ജീവിത വീക്ഷണം അയാളെ ചതിക്കുകയും ചെയ്യും. ഇപ്പോൾ സംഭവിച്ചതും അതുതന്നെ. മാതൃസ്ഥാനത്തുള്ള സീതയെ മാംസദാഹത്തോടെ ലക്ഷ്മണൻ നോക്കി എന്നൊക്കെയാണ് ഈ ബാലചന്ദ്രൻ എഴുതിവിട്ടത്. പരിഷ്കൃത ബുദ്ധനായിട്ടുള്ള ഒരുവന് ഭാവനയിൽ പോലും അങ്ങനെ ചമയ്ക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, പറഞ്ഞത് ബാലചന്ദ്രനാണ്. അയാളുടെ ജീവിത വീക്ഷണം അങ്ങനെ പറയാൻ അയാളെ പ്രാപ്തനാക്കുന്നുണ്ട്. പെറ്റ തള്ളയെ, അവളെ പെറിയിപ്പിച്ചവന്റെ കണ്ണിലൂടെ കണ്ടും കൊണ്ടും ആസ്വദിക്കാൻ കഴിയുന്ന ഒരുവനാവണം ഈ ബാലചന്ദ്രൻ.
പെറ്റമ്മയെ പെൺമാംസമായി കാണാനും അങ്ങനെ കണ്ട് കൈകാര്യം ചെയ്യാനും കഴിയുന്ന ഒരുവന് സീതയോടുള്ള ലക്ഷ്മണന്റെ മാതൃഭാവത്തെ മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. അത് അയാളുടെ കുറ്റമല്ല. കമ്മിത്തം അയാൾക്ക് സമ്മാനിച്ച വളരെ സവിശേഷമായ ജീവിത വീക്ഷണമാണ്. കമ്മികളല്ലാതെ മറ്റൊരു മൃഗവും ആ നിലയിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യില്ല. ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ലക്ഷ്മണന്റെ മാതൃഭാവത്തിനോ സീതയുടെ സ്വഭാവമഹിമയ്ക്കോ രാമന്റെ ഔന്നത്യത്തിനോ യാതൊരു ഊനവും തട്ടില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ബാലചന്ദ്രന് ചില പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഫേസ്ബുക്ക് പറയുന്നു അയാളിപ്പോൾ പോപ്പുലറായെന്ന്. സത്യമാണ്. ഇങ്ങനെ ഒരു പോഴനും കൂടി നമ്മുടെ നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം സത്യമായും ഞാനിപ്പോഴാണ് അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ വൻകുടലിൽ കിടക്കുന്ന അമേദ്യം പുറത്തു വരുമ്പോഴാണല്ലോ അതിന്റെ നാറ്റം കാറ്ററിയുന്നത്. ബാലചന്ദ്രൻ എന്ന അമേദ്യ കഷണം ഇപ്പോഴാണ് പുറത്തു വന്നത്. സ്വാഭാവികമായും പരിസരം അല്പനേരത്തേക്കൊന്നും നാറും. മൂക്കുപൊത്തുക മാത്രമാണ് തൽക്കാലം നമ്മുടെ രക്ഷ. അല്ലാതെ അമേദ്യത്തിന് നേരെ ആക്രോശിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ അപ്പയോട് മുല്ലപ്പൂവിന്റെ ഗന്ധത്തെ അനുകരിക്കാൻ പറഞ്ഞാൽ എന്തു വിശേഷം? അതുകൊണ്ട് രാമഭക്തർ ബാലചന്ദ്രനോട് പൊറുക്കുക. ഒന്നുമല്ലെങ്കിലും രാമപരാമർശം നടത്തിയപ്പോൾ തന്നെ അതിന്റെ ഗുണം ലഭിച്ചത് കണ്ടോ? അതും പ്രതികൂലമായി പറഞ്ഞിട്ട് പോലും 4 ആള് അയാളെ അറിഞ്ഞത് രാമൻ കാരണമല്ലേ? അടുത്ത തെരഞ്ഞെടുപ്പിൽ തീവ്ര മതേതരരും കൊടും സമാധാനവാദികളും ഇതര മതപ്രേമികളുമായിട്ടുള്ള ഘോര മാനവികവാദികളുടെ 10 വോട്ടും അയാൾക്ക് അധികമായി ലഭിക്കും അല്ലേ? അതും തീർച്ചയായിട്ടും രാമൻ കാരണമല്ലേ സംഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് വിട്ടുകളയൂ. ആ നാണം കെട്ടവൻ ഇതിനോടകം എത്രയോ വട്ടം ഉള്ളിൽ രാമനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാവാം. പിഴച്ചു പോട്ടെന്നേ. ഒരു ദുർബല നിമിഷത്തിൽ സ്വന്തം സ്വഭാവം അയാൾ ലക്ഷ്മണനിൽ ഒന്ന് ആരോപിച്ചു പോയി. ക്ഷമിച്ചേക്കൂ. ആരെങ്കിലും പിതാവിന്റെ പേര് ചോദിച്ചാൽ ഈദർ ഓർ എന്ന വ്യാകരണ സമ്പ്രദായത്തിന്റെ സഹായം തേടേണ്ടി വരുന്നവനാണ് നമ്മുടെ ഈ ബാലചന്ദ്രൻ. പെറ്റമ്മയിൽ പെൺമാംസം ദർശിക്കുന്നവനാണ് ബാലചന്ദ്രൻ. അങ്ങനെ ഒരുവൻ കമ്മി കൂടിയായാലോ? മാത്രവുമല്ല, ഈ നരനായിക്കൊക്കെ വാ നിറയെ ചീത്ത പറയാൻ ഹൈന്ദവ ദൈവങ്ങളല്ലേ ഉള്ളൂ. ഒട്ടകനാട്ടിൽ ജനിച്ചു വളർന്ന സമാധാനത്തിന്റെ ദൈവമായി മരിച്ച ആ മന്മഥൻ നായരെ പറ്റി ആരെങ്കിലും സ്വല്പമൊന്ന് പറഞ്ഞാൽ, എതിരായി പറഞ്ഞാൽ, അയാളുടെ അവസ്ഥ എന്താ? പറഞ്ഞവന്റെ ശരീരം പിന്നെ ഒഴിഞ്ഞ കഴുത്തുമായി തല തപ്പി നടക്കേണ്ടി വരും അല്ലേ? ഫാസിസത്തിന്റെ തന്തയായ രാമനെ നിന്ദിക്കുന്നവന് പോലും നന്മയെ വരികയുള്ളൂ എങ്കിൽ വന്നിക്കാൻ ഭാഗ്യം ലഭിച്ച നിങ്ങളൊക്കെ എത്രയോ പുണ്യജന്മങ്ങളാണ്. പോകൻ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് ആരും സങ്കടപ്പെടരുത്. തായ്ഭോഗിയായ ബാലചന്ദ്രന്റെ വൈകൃത ബുദ്ധിയെ പ്രതി ഒരു മുൻ സഖാവ് എന്ന നിലയിൽ ഈ പോങ്ങൻ സകല രാമഭക്തരോടും മാപ്പ് ചോദിക്കുന്നു, ആത്മാർത്ഥമായി. എല്ലാവർക്കും നന്മകൾ, എല്ലാവരോടും സ്നേഹം. ബാലചന്ദ്രന്റെ പിറവിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെ പ്രത്യുൽപാദന ശേഷിയോട് കലശലായ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സകലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ എന്ന യാചന ഭീഷണി രൂപത്തിൽ അറിയിക്കാനും പോകാൻ മറക്കുന്നില്ല. അപ്പോൾ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയല്ലേ? അതോ പോപ്പുലർ നൗവായ സഖാവ് ബാലചന്ദ്രനെ കൊണ്ട് 2 വരി ഫേസ്ബുക്ക് സാഹിത്യം അങ്ങ് എഴുതിക്കണോ നിങ്ങളെ പറ്റി? വേണോ? സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോ. നമ്മുടെ ചാനലിന് ഒരു അനക്കം ഉണ്ടാവട്ടെ. എനിക്കൊരു 50 വയസ്സെങ്കിലും ആകുമ്പോൾ ഒരു 3 ലക്ഷം ആളുകളെങ്കിലും വേണ്ടയോ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? പോക്ക് പോയ 50 വയസ്സായാൽ പോലും ഒരു 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഭീഷണി എന്നൊക്കെ വെറുതെ പറഞ്ഞതാ. അത് കേട്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്നും ഇരിക്കരുത്. നോയമ്പെടുത്തവരെ തൊടുന്ന ദിവസം അതാണ് ലൈലത്തുൽ